Hi all, welcome to One's Coaching. Today we are going to discuss subject computer networks. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന സബ്ജക്റ്റിലെ നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്, ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കൊരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. അപ്പൊ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കുറെ നോട്ട്സ് അയച്ചു തരുവാണ്, ഞാൻ ടീച്ചറാണ്, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ നോട്ടുകളെല്ലാം ഒരു 10 മൊഡ്യൂളിന്റെ നോട്ട്സ് ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് അയക്കുവാണ്. നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും ഹെവി ആണ്, ഹെക്റ്റിക് ആണ്. അപ്പൊ ഞാൻ സെൻഡർ ആണ്, നിങ്ങൾ റിസീവർ ആണ്. സോ അപ്പൊ ഞാൻ ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതനുസരിച്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫ്ലോ കൺട്രോളിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. സോ എന്താണ് ഫ്ലോ കൺട്രോൾ എന്ന് വെച്ചാൽ, നമ്മൾ സെൻഡർ കുറേ പാക്കറ്റ്സ് ഓഫ് ഡേറ്റ എന്ത് ചെയ്യുവാണ്, റിസീവർക്ക് സെൻഡ് ചെയ്യുവാണ്. പക്ഷെ റിസീവർക്ക് ഇത്രയും പാക്കറ്റ്സ് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി യൂസ് എ മെക്കാനിസം കോൾഡ് ഫ്ലോ കൺട്രോൾ. സോ ആ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ. സോ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടേമിൽ തന്നെയുണ്ട്, വി ഹാവ് ടു കൺട്രോൾ, അതായത് നമ്മൾ ആ ഒരു ഫ്ലോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ റിസീവർ എന്നെ അറിയിക്കുകയാണ് ഇത്രയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ സെൻഡർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ടീച്ചർ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് ഞാൻ കുറച്ച് നോട്ട്സ് ആയിട്ട് അയച്ചു തരും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അടുത്തത് ചൂസ് ചെയ്തു അല്ലെങ്കിൽ അടുത്തടുത്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ റിസീവറിന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഇതെല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് അയക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ ഇത്രയും സോ മെനി പാക്കറ്റ്സ് ഈ സെൻഡർ അറ്റ് എ ടൈം റിസീവർക്ക് അയക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡേറ്റ ലോസ്റ്റ് ആവുകയും പാക്കറ്റ്സ് ഏതെങ്കിലും ലോസ്റ്റ് ആയി പോവാം, ഫെയിലിയർ, എന്തെങ്കിലും പവർ ഫെയിലിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിലിയർ, കണക്ഷൻ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ പാക്കറ്റ്സ് ലോസ്റ്റ് ആവാം, മിസ്സാവാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാന്ന് പറയുന്നത്. സോ നമുക്ക് എന്താന്ന് നോക്കാം. So whenever an entity produces item and another entity consumes them, there should be a balance between production and consumption rate. അല്ലെ, നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തവർ വെച്ചേക്കുവാണ്, പക്ഷെ ആരും വന്ന് വാങ്ങിക്കുന്നില്ല, കൺസ്യൂമേഴ്സ് ആരും ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾ മൊത്തം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഈ അതായത് സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഈ കൺസ്യൂമേഴ്സിന്റെ എണ്ണവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങൾ എടുത്തു വെക്കാൻ. ഇപ്പൊ വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ അത്ര എടുത്തു വെച്ചിട്ട് കാര്യമില്ല. സോ അതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജിയാണ്, ദ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് മോർ സ്ലോലി ദാൻ ദേ ബി കൺസ്യൂം, ദ കൺസ്യൂമർ മസ്റ്റ് വെയിറ്റ് ആൻഡ് ദ സിസ്റ്റം ബിക്കം ലെസ് എഫിഷ്യന്റ്. ഇനി ഒരുപാട് സാധനങ്ങൾ ഇല്ല, പക്ഷെ കൺസ്യൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും എന്ത് പറ്റും, ഈ ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി പോകും. അപ്പൊ ഈ സെൻഡറും റിസീവറും തമ്മിൽ എന്ത് വേണം, ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്താലാണ് ഇതൊരു ബാലൻസിൽ നമുക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Pushing or pulling. Delivery of items from a producer to a consumer can occur in one of the two ways. നമുക്ക് പുഷിംഗ് പുള്ളിംഗ് എന്ന് പറഞ്ഞ 2 ടേംസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതായത് if the sender deliver item whenever they are produced without a prior request from the consumer, the delivery is referred to as pushing. അതായത് എപ്പോഴാണോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു ഡേറ്റ എപ്പോഴാണോ റെഡി ആവുന്നത് അയക്കാനായിട്ട്, ആ പാക്കറ്റ് റെഡി ആവുന്നതിനനുസരിച്ച് സെൻഡർ റിസീവർക്ക് അയക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ടേമിലാണ് പറയുന്നത്, പുഷിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് ദ പ്രൊഡ്യൂസർ ഡെലിവർ ദ ഐറ്റം ആഫ്റ്റർ കൺസ്യൂമർ ഹാസ് റിക്വസ്റ്റഡ്. ഇനി കൺസ്യൂമർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് ഐറ്റംസ് നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ഐറ്റംസ് ഒന്നും ഇല്ല, പിന്നെ കൺസ്യൂമർ പറഞ്ഞിട്ട് ഇവർ ഗോഡൌണിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, പുള്ളിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൻഡർ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൺസ്യൂമർക്ക് അയക്കുവാണ്, കൺസ്യൂമറിന്റെ റിക്വസ്റ്റ് ഒന്നും ഇല്ലാതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പുഷിംഗ് എന്ന് പറയും. കൺസ്യൂമറിന്റെ റിക്വസ്റ്റോട് കൂടി നമ്മൾ ഒരു പാക്കറ്റ് ഓഫ് ഡേറ്റ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അയക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, പുള്ളിംഗ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇത് നോക്കിക്കേ, പ്രൊഡ്യൂസർ കൺസ്യൂമർ ആണ്, അപ്പൊ പുഷിങ്ങും പുള്ളിങ്ങും ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ റിക്വസ്റ്റ് ഒന്നും ഇല്ല, കൺസ്യൂമർ റിക്വസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുവാണ്, കൺസ്യൂമർക്ക് അയക്കുവാണ്. സോ അതിന് നമ്മൾ എന്ത് പറയും, പുഷിംഗ് എന്ന് പറയും.
അടുത്തത് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുവാണ്, കൺസ്യൂമർക്ക് അയക്കുന്നു. പക്ഷെ എപ്പോഴാണ് അയക്കുന്നത്, ഫസ്റ്റ് ആദ്യം ഒരു റിക്വസ്റ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം. അപ്പൊ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം കൺസ്യൂമർ എനിക്ക് സാധനം വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, പുള്ളിങ് എന്നാണ് പറയുന്നത്. Okay, when the producer pushes the item, the consumer may be overwhelmed and there is a need for flow control in the opposite direction to prevent discarding of items. അപ്പൊ നമ്മള് ഇനി ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കി, പ്രൊഡ്യൂസർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കൺസ്യൂമർക്ക്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം, ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, so when the consumer pulls the item, it requests them when it is ready. In this case there is no need of flow control. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഫ്ലോ കൺട്രോളിന്റെ അത്ര ആവശ്യമില്ല, കാരണം ഇവിടെ ഐറ്റംസ് ഇല്ല. അപ്പൊ കൺസ്യൂമർ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഐറ്റം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫ്ലോ കൺട്രോൾ ആയിട്ട് ട്രാൻസ്പോർട്ട് ലെയർ. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൽ എങ്ങനെയാണ് ഈ ഫ്ലോ കൺട്രോൾ വർക്ക് ചെയ്യാൻ നോക്കാം. So in communication at the transport layer, we are dealing with 4 entities, sender, process. അപ്പൊ 4 എൻറ്റിറ്റീസുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ സെൻഡർ പ്രോസസ്, സെൻഡർ ട്രാൻസ്പോർട്ട് ലെയർ, റിസീവർ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് റിസീവർ പ്രോസസ്. അപ്പൊ 4 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഏതാണ്, സെൻഡറിന്റെ പ്രോസസ്സ്, അതായത് സെൻഡറിന് അയക്കാനുള്ള സെൻഡറിന്റെ ട്രാൻസ്പോർട്ട് ലെയർ. ഇനി റിസീവർക്ക് ഒരു ട്രാൻസ്പോർട്ട് ലെയർ വേണമല്ലോ, റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ റിസീവറിന്റെ പ്രോസസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു, നിങ്ങൾക്ക് ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി ദ സെൻഡിങ് പ്രോസസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ലെയർ ഇസ് ഓൺലി എ പ്രൊഡ്യൂസർ. ഇറ്റ് പ്രൊഡ്യൂസസ് മെസ്സേജ് ചങ്ക്സ് ആൻഡ് പുഷസ് ദം ടു ദ ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ചങ്ക്സ് ഓഫ് മെസ്സേജ് മാനേജ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് അയക്കും. It send transport layer has a double role. It is both a consumer and a producer. It consumes the message pushed by the producer. It encapsulates the message in packet and pushes them to receiving the transport layer. ഇത് നമുക്ക് ആ ഫിഗർ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, ഇതാണ് അതിന്റെ ഫിഗർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ്, ഇതാണ് സെൻഡർ. ഓക്കെ, അപ്പൊ സെൻഡറിന്റെ ആപ്ലിക്കേഷൻ ലെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സെൻഡറിന്റെ എന്താണ്, ആപ്ലിക്കേഷൻ ലെയർ. സോ സെൻഡറിന്റെ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും സെൻഡറിന്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ഒരു പാക്കറ്റ് റെഡി ആയാൽ, അല്ലെങ്കിൽ ഒരു ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യാൻ റെഡി ആയാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ മെസ്സേജ് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ക്ലിയർ ആയോ? ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്ന് കാണിച്ചേക്കുന്നത്, തിരിച്ച് നമുക്ക് റിസീവറിന് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അത് പ്രൊഡ്യൂസർ, ഇത് കൺസ്യൂമർ ആവില്ല. അതുകൊണ്ടാണ് രണ്ട് ഇത് കാണിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇത് സെൻഡർ, അത് റിസീവർ എന്നുള്ളൊരു ഇത് നമുക്ക് നോക്കാം, ആ ഒരു സെനാരിയോ നമുക്ക് നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്തു, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ എന്ത് ചെയ്യും, പാക്കറ്റ്സ് ആർ പുഷ്ഡ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അത് റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരും. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വന്നു. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പൊ അതിന്റെ ഫ്ലോ ഒക്കെ ഞാൻ നെറ്റ്വർക്ക് ലെയർ എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ എങ്ങനെയാണ് ഇത് ഇന്റർറിലേറ്റഡ് ആവുന്നത്, സെൻഡർ സൈഡിൽ എങ്ങനെയാണ്, റിസീവർ സൈഡിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ നോട്ട്സും കൂടെ കാണണം. ഇപ്പൊ നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദ പാക്കറ്റ്സ് ആർ പുഷ്ഡ്. ആ പാക്കറ്റ്സ് എല്ലാം കൂടെ പുഷ് ചെയ്തു, നമ്മൾ എങ്ങോട്ട് വന്നു, റിസീവറിന്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വന്നു. ആ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും അപ്പൊ എന്താണ്, ഇത് എൻകാപ്സുലേറ്റ് ചെയ്ത് ഹെഡർ ഒക്കെ വെച്ചേക്കുവാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ റിസീവറിലേക്ക് അയച്ചു. ഓക്കെ, ഇപ്പൊ ഒരു ജിമെയിൽ, ഒരു മെയിലാന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു മെയിൽ ഞാൻ കമ്പോസ് ചെയ്തു, എന്റെ ആപ്ലിക്കേഷൻ ജിമെയിൽ വെച്ചിട്ട് ഞാനത് എന്റെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുത്തു. ഇപ്പൊ എനിക്കൊരു മെയിൽ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ ഞാൻ എന്റെ മെയിലില് കമ്പോസ് ചെയ്തു, ഞാനത് എന്റെ ട്രാൻസ്പോർട്ട് ലെയറിന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുവാണ്, ട്രാൻസ്പോർട്ട് ലെയർ അത് നിങ്ങളുടെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് അയക്കുവാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങോട്ടേക്ക് അയക്കുന്നത്, നമ്മുടെ റിസീവറിലേക്ക് അയക്കുന്നത്. അപ്പൊ റിസീവറിന് മനസ്സിലാവണം ഇത് എവിടുന്ന് വന്നതാണ്, ഇത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊക്കെ റിസീവറിന് മനസ്സിലാവണ്ടേ. അതുകൊണ്ടാണ് സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് എൻകാപ്സുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റ ഈ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് അയക്കുന്നത്. സോ ആ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നും ഇനി ഇത് ഇങ്ങനെ എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുക, ഇനി കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഈ മെയിലിലേക്ക് എത്തണ്ടേ. സോ അതുകൊണ്ട് നമ്മൾ റിസീവറിന്റെ ആപ്ലിക്കേഷൻ ലെയറിൽ എന്ത് ചെയ്തു, ജിമെയിലിന്റെ ആ ആപ്പിലേക്ക് നമ്മൾ ആ ഡേറ്റ കൊടുത്തു. സോ അപ്പോഴാണ് റിസീവർക്ക് ആ ഒരു, അതായത് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് എന്താണെന്ന് കാണാൻ പറ്റുന്നത്.
ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫിഗർ. സോ അപ്പൊ നമ്മളിങ്ങനെ ഡേറ്റാസ് അയച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഇങ്ങനെ സോ മെനി ഡേറ്റാസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൺസ്യൂമർ അല്ലെങ്കിൽ ഈ റിസീവറിന് എന്ത് വേണം? ഇത് റിസീവ് ചെയ്യണ്ടേ? അറ്റ് എ ടൈം ഒരു പാക്കറ്റ് ഒന്നും അല്ലല്ലോ അയക്കുന്നത്, അല്ലെ ഒരു സെഗ്മെന്റ് അല്ലല്ലോ അയക്കുന്നത്. ഇങ്ങനെ സോ മെനി ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുവാണ്. സോ അപ്പൊ എന്ത് ചെയ്യണം? റിസീവർ ഒരു ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി, അതായത് ഇത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം. സോ അപ്പൊ സെൻഡർ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നോട് പറയുവാണ് ഞാൻ 10 മൊഡ്യൂളിന്റെ നോട്ട്സ് ഒന്നിച്ച് അയക്കുമ്പോൾ മിസ് ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എനിക്കൊരു മെസ്സേജ് തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വളരെ സ്ലോ ആയിട്ട് ഓരോ മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ഞാൻ എന്ത് ചെയ്യും? ഓരോന്ന് ഡിവൈഡ് ചെയ്ത് തരും. ഓക്കെ, സോ അതിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, so the receiver transport layer also has a double role. It is consumer for the packet received from the sender and producer that decapsulate the message and deliver them to the application layer. The last delivery, however, is normally a pulling delivery. The transport layer wait until the application layer process asks for the message. അപ്പൊ ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് റൈറ്റിംഗ്സിൽ കൊടുത്തേക്കുന്നത്. സോ ഒരു സെന്ററിന്റെ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നും അത് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുത്തു. ട്രാൻസ്പോർട്ട് ലെയർ അടുത്ത് റിസീവറെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ നടക്കുന്ന പ്രോസസ്സ് ഒരു എൻക്യാപ്സുലേഷനാണ്. എൻക്യാപ്സുലേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഡീക്യാപ്സുലേഷൻ. സോ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെന്ററിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ അഡ്രസ്സും എല്ലാം വെച്ചിട്ട് നമ്മൾ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ഒരു ലെറ്റർ അയക്കുവാണെങ്കിൽ നമ്മൾ ആ ലെറ്റർ ഒരു കവറിലിട്ട് ആ കവറിൽ അഡ്രസ്സും ഫ്രമും ടു ഒക്കെ എഴുതിയിട്ടല്ലേ അയക്കുന്നത്. ആ സെയിം പ്രൊസീജിയറിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. റിസീവറിന്റെ സൈഡ് എത്തുമ്പോൾ റിസീവർ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ലെറ്റർ ഇളക്കി അഡ്രസ് ഒക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ഡേറ്റ ആയിട്ട് എടുത്ത് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് കൊടുക്കും. അപ്പോഴാണ് ആപ്ലിക്കേഷൻ ലെയറിന് ആ ലെറ്റർ വായിക്കാൻ പറ്റുന്നത്. അത്രയും ഓർത്താൽ മതി. സോ ഇത്രയാണ് നമ്മളുടെ ഫ്ലോ കൺട്രോളിൽ പറയുന്നത്. സോ അപ്പൊ ഇതിങ്ങനെ അയക്കുമ്പോൾ നമുക്ക് ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പാക്കറ്റുകൾ വരുമ്പോൾ ഇവിടെ മിസ്സായി പോവാനും കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ ഡേറ്റ ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഈ ഫ്ലോ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ CNന്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. വളരെയധികം എന്താ പറയുക, എറർ കൺട്രോൾ, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് ഫ്ലോ കൺട്രോൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.